ഇവരെ പോലത്തെ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരു ആദ്യമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോഴും ഇവരെയൊക്കെ മറ്റേ വലിയ സ്റ്റാർസ് ആയിട്ടൊക്കെയാണ് ഇപ്പോഴും കാണുന്നത്. എന്നിട്ട് ഇവനൊക്കെ ആരോണിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ഞങ്ങൾ പെട്ടുപാട് ഞങ്ങൾക്ക് അറിയില്ല. ഇവൻ അവിടെ വന്നിരിക്കുകയായിരുന്നു, ഞങ്ങൾ അവർ പുറത്ത് കണ്ട അവസ്ഥയാണ്. സമന്തയുടെ കൂടെ ഒക്കെ ഒന്ന് അഭിനയിക്കുക എന്നുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നമ്മുടെ പടത്തിന്റെ പേര് സമന്ത എന്നല്ല, എന്നിട്ട് സെക്കൻഡ് ഡേ ഞങ്ങളുടെ ഒരു സോങ് ഉണ്ടായില്ല, ടെൻഷനായിട്ട് ഇവൻ അഭിനയിച്ച് മൊത്തം മണ്ടത്തരങ്ങൾ. അപ്പൊ സമന്ത അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവനിത് എത്ര ടേക്കിനാണ് ശരിയാക്കാൻ പോകുന്നത്. ശരിക്കും സാം എന്താ പറഞ്ഞത്? അഭിനയിച്ചാ മതി, ജീവിക്കണ്ടെന്ന് പറഞ്ഞോട്. എന്തൊരു ചെറിയൊരു അസൂയ തോന്നിയോ? പിന്നല്ലാതെ നല്ല അസുഖമുണ്ട്. അല്ല, ഇവനൊക്കെ അത്യാവശ്യം കുറെ സ്ഥലത്ത് പുറത്ത് പോയിട്ട് എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നുണ്ട്. മാനസികപരമായും സാമ്പത്തികപരമായും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ട്. ഇപ്പം ഭയങ്കര എന്നല്ല, പക്ഷെ മാനസികപരമായിട്ട് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. പലതും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പോകുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രണയത്തിൽ പോലും അത് പ്രകടമായിരുന്നു. ഞാനൊരു MNC വർക്ക് ചെയ്തു. കോർപ്പറേറ്റ് ലൈഫിൽ വാച്ച് യൂസ് ചെയ്യണം, സിനിമയിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞാനിങ്ങനെ നോക്കും 9:55. അപ്പൊ ഞാൻ ചേട്ടാ 5 മിനിറ്റ് കൊണ്ട് എത്തുമോന്ന് ചോദിച്ചു. ഇവന് 5 മിനിറ്റ് കൊണ്ടൊക്കെ എത്തുമെന്ന് ചോദിക്കുന്നത്. വാച്ച് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഇനി അത് വേണ്ട. ഞാൻ സിനിമയിൽ തന്നെയാണ്, ഞാൻ നീ ആകെ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ബാഴ എന്റെ 13ാമത്തെ സിനിമ. ഇൻഡിവിജ്വൽ എനിക്ക് മേക്കിംഗ് ആയിരുന്നു താല്പര്യം. അപ്പൊ എനിക്ക് ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ഒന്നും ഓണാകുന്നില്ല സാർ, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സാറിന്റെ അടുത്ത് നീ എന്തുകൊണ്ടൊന്ന് അഭിനയിച്ച് നോക്കിക്കൂടാ എന്ന് പറഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊടുത്തു, സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങി. നിങ്ങൾ പറഞ്ഞ സാധനം ഇതായിരിക്കുന്നു, ഞാൻ പോകുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, സോ ഇന്ന് എൻ്റെ കൂടെ നമുക്ക് എപ്പോഴും കാണാനും സംസാരം കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു ഗ്യാങ്ങിൻ്റെ കൂടെയാണ് ഞാനുള്ളത്. വെൽക്കം ചെയ്യാം സിജു സണ്ണി, ദേവ് മോഹൻ, അമിത് മോഹൻ ആൻഡ് സച്ചിൻ. വെൽക്കം ഗൈസ്, വെൽക്കം ടു ദി ഷോ. പരാക്രമമാണ് നമ്മുടെ പുതിയ വിശേഷം അല്ലേ? ആരാണ് ഇതിലെ പരാക്രമി? എല്ലാരും പരാക്രമം. സച്ചിനാണ് ഇതിലെ പരാക്രമി. സച്ചിനാണ് ഇതിലെ ആക്ച്വൽ പരാക്രമി. മെയിൻ പരാക്രമി ഞാനൊന്നുമില്ല, എല്ലാവരും പരാക്രമമില്ല. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിലൊരു അലമ്പനാണോ? അല്ലല്ല, അല്ല. അയ്യ, അങ്ങനെ തോന്നി. ഈ പോസ്റ്റർ കണ്ടിട്ട് ഇത്രയും നല്ല ഡ്രസ് ചെയ്തിട്ടിരിക്കുന്ന അത് മറ്റേ എന്ത് ഓഫീസ് ഷൂ ഒക്കെ. ബാക്കിയുള്ളവരിൽ നിന്നേ ഔട്ടാണ്. പറയൂ, ഇത് എന്താണ് ഇതിൽ അലമ്പൻ? അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇത് ദേവിന്റെ ഫ്രണ്ടാണ്. ദേവിനെ ഉപദേശിക്കുന്ന ഒരു ഫ്രണ്ട്. ഇവരെ ഉപദേശിക്കണമെങ്കിൽ അപ്പൊ ഞാൻ എന്തോരം ഇതായിരിക്കും, എക്സ്ട്രാ ഡീസന്റ്, എന്തോരം ഡീസന്റ് ആയിരിക്കണം. അങ്ങനെ ഒരു കഥാപാത്രമാണ്. ഫുൾ ഫൺ പരിപാടിയാണ്. ഫുൾ ഫണ്ണൊന്നും അല്ല, ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും കോമഡി അങ്ങനെയുള്ള പരിപാടിയേ അല്ല. എല്ലാ എലമെന്റ്സും ആവശ്യത്തിനിട്ട് ഞങ്ങളാണെന്നൊന്ന് അഭിനയിച്ച ആവശ്യത്തിൽ കൂടുതലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റാവും. ഞാൻ ചേട്ടനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. ശരിക്കും എല്ലാ മലയാളി ആക്ടേഴ്സ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലുള്ള എല്ലാ ഒരു ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഡ്രീം ആയിരിക്കും സമന്തയുടെ കൂടെ ഒക്കെ ഒന്ന് അഭിനയിക്കുക എന്നുള്ളത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ല. സമന്തോട് ചോദിക്കണം എന്റെ കൂടുതൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? എന്തൊരു ചെറിയൊരു അസൂയ തോന്നിയോ സമന്തയുടെ കൂടെ ഒക്കെ അഭിനയിച്ച? അസൂയൊക്കെ ഉണ്ട്. അസൂയൊന്നും ഇല്ല, സമന്തയെ കാണാൻ പറ്റിയില്ല. എനിക്ക് നല്ല അസൂയുണ്ട്, നല്ല അസുഖമുണ്ട്. രസമാണ്. ഞാൻ അങ്ങനെ ഒരു പടം, അത് വേറെ കോസ്റ്റ്യൂം ഡ്രാമയൊക്കെ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഒക്കെ. പിന്നെ ഞങ്ങൾ അത്യാവശ്യം റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഉണ്ട്. അത് 2ാമത്തെ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. ചെന്നിട്ട് സെക്കൻഡ് ഡേ ഞങ്ങളുടെ ഒരു സോങ് ഉണ്ടായില്ല. അപ്പൊ അത് ചെന്നിട്ട് സെക്കൻഡ് ഡേ ഷൂട്ട് ചെയ്യുന്നത്. പണി പാടിയെന്ന് വിചാരിച്ചു. ടെൻഷനായി കാണൂല നീ? വാ, ടെൻഷനായിട്ട് ഇവൻ അഭിനയിച്ച് എനിക്ക് ഭയങ്കര പേടിയാണ്. കമോൺ, എനിക്കിത് പറ്റത്തില്ല കേട്ടോ, എനിക്ക് ഇത്ര ഇന്റിമെന്റ് അത് പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് ഇവൻ അഭിനയിക്കുക. ശരിക്കും സാം എന്താ പറഞ്ഞത്? അഭിനയിച്ചാ മതി, ജീവിക്കണ്ടെന്ന് പറഞ്ഞോട്. അങ്ങനെ 2ാമത്തെ ദിവസം ഒക്കെ പറയുമ്പോൾ ഓഫ്കോഴ്സ് ബുദ്ധിമുട്ടാണ്. പൊതുവെ ആദ്യത്തെ 2-3 ദിവസം എനിക്കൊക്കെ എന്തായാലും ഉണ്ട്. എന്ത് പടമാണെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ടൊരു സമയം എടുക്കും. ആ സമയത്താണ് ഈ പാട്ട് വരുന്നത്. അപ്പൊ രാജു മാസ്റ്റർ വരുന്നു, ഇങ്ങനെ 3-4 എന്നൊക്കെ പറയുന്നു, മ്യൂസിക് വരുന്നു, മൊത്തം പാടും. നമുക്ക് അറിയില്ല ഈ പരിപാടി എങ്ങനെയാ. അതിന് മുമ്പ് നമ്മൾ അങ്ങനെ സോങ് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോണ്ടേജ് അല്ലേ ഷൂട്ട് ചെയ്തു. അപ്പൊ കൊറിയോഗ്രാഫിന്റെ ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടില്ല. ഒരു സാധനം അറിയുന്നില്ല. അപ്പൊ 3-4 പറയുമ്പോ അപ്പൊ നടക്കണോ അല്ലേ. അപ്പൊ മൊത്തം മണ്ടത്തരങ്ങൾ. അപ്പൊ അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്,
ഇവനിത് എത്ര ടേക്കിലാണ് ശരിയാക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് ഈ പരിപാടി അറിയില്ല. പിന്നെ അവർക്കും അറിയാം നമ്മുടെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റൈലില്ല. സമയം എടുത്തോ, പതുക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് സെറ്റായി. കുഴപ്പമില്ല, രസം. ആ സെറ്റിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നല്ല വിഷമമുണ്ടായിരുന്നോ? അവർക്കുണ്ടായിരുന്നില്ല, എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേറെ പടമൊന്നും അതുകൊണ്ട് കിട്ടിയില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ സമന്തയുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അതിനെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുക? നമ്മുടെ പടത്തിന്റെ പേര് സമന്ത എന്നല്ല, പരാക്രമം എന്നാണ്. ഞാനൊക്കെ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റായി. എനിക്ക് തോന്നുന്നു സിറ്റാഡൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലല്ല, അതുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്. എന്ത് പറ്റി എല്ലാവരും എല്ലാ ഇന്റർവ്യൂവിനകത്ത് ഇത് തന്നെ. എന്താണ് അല്ല, ചേട്ടന് അങ്ങനെ ആഗ്രഹം ഉണ്ടാവൂലോ, അങ്ങനെ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. നിങ്ങളുടെ ആക്ടിങ് ഇത് എക്സ്പ്ലോർ ചെയ്യാണ്. എല്ലാ ആഗ്രഹമുള്ളൂ. എല്ലാവരോടും അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ഓ പിന്നെ സമന്ത, ഐശ്വര്യ റായ്, പിന്നെ നയൻതാര, പിന്നെ എല്ലാരും ഹീറോ ആയിട്ട് തന്നെ അഭിനയിക്കാം. പാസിങ് ആണെങ്കിലും പ്രോബ്ലം. അതെ, ഞാൻ ചോദിക്കാൻ വരാം, നിങ്ങളിപ്പോ ഒരുമിച്ച് അഭിനയിച്ച് ഇപ്പൊ അതൊരു ഈസി സംഭവം മാറിയോ? ഞങ്ങൾക്ക് ഈസി, പക്ഷെ ഡയറക്ടർ ഈസി. നിങ്ങൾക്ക് ശരിക്കും ഫണ്ടാണല്ലോ ഇപ്പൊ. നമ്മൾ ആക്ച്വലി അഭിനയിച്ച് തുടങ്ങുന്നതിന് നമുക്ക് അറിയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞങ്ങൾ ഇതുവരെ അഭിനയിച്ച എല്ലാ പടങ്ങളും അങ്ങനെയാണ്. അതായത് അവിടെ ചെന്ന് കണ്ട് പരിചയം. ആദ്യത്തെ പടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും ഇപ്പൊ മാറി. ഇപ്പൊ എല്ലാരും അറിയാം. ഇപ്പൊ സാഫ് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, സാഫിന്റെ അടുത്താണ്. എല്ലാം വളരെ കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് അതിപ്പോ ഓഫ് സ്ക്രീനിലാണെങ്കിലും ഭയങ്കര അതിപ്പോഴും അങ്ങനെ തന്നെ. വീട്ടുകാരെക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ. വീട്ടിൽ കേറിയിട്ട് കാലങ്ങളായി. വീട്ടുകാരൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ ആയിരിക്കും നിങ്ങളെ കാണുന്നല്ലേ? അല്ല, നമ്മള് കുറെ കാലം വീട്ടിലായിരുന്നല്ലോ. വീട്ടുകാർ ഞങ്ങളെ മൊത്തത്തിൽ കണ്ട് കൺകുളിർക്കെ കണ്ടിരിക്കുവായിരുന്നു. ഇരുന്നാ മതിയോ, നീ വരുന്നില്ലേ? ഇപ്പൊ അങ്ങനെ ചോദിക്കാറുണ്ടോ? എടാ വല്ലപ്പോഴും ഒന്ന് വീട്ടിലൊക്കെ പറയാറുണ്ടോ? നീ വന്നിട്ടല്ലേ പോത്തുള്ളൂ, അങ്ങനൊക്കെ ചോദിക്കാറുണ്ട്. അറിയാം, ഇതിന്റെ പടത്തിൽ നിന്ന് അടുത്ത പരിപാടികളൊക്കെയാണെന്ന് അറിയാം. ഞാൻ പൊതുവെ വീട്ടിൽ പോകത്തെ ലഗേജ് തൂക്കിക്കൊണ്ട് പോകണുള്ളപ്പോ ഇതെല്ലാം കൂടെ വാരിക്കെട്ടി ബാക്കി കയറ്റണം, പിന്നെ അതെടുത്തതിൽ അവിടെ കൊണ്ടുവിടണം, അവിടെ നിർത്തുക. ശരിക്കും സിജന്റെ ലൈഫ് ബിഫോർ സിനിമ ഒരു ഫേസ് ഉണ്ടല്ലോ. ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ് നൗ? ബിഫോർ രണ്ടും നല്ല രസമാണ്. ബിഫോർ എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാവരും സ്ട്രഗ്ലിങ് അല്ല, സിനിമ. അപ്പോൾ അതിൻ്റെതായ ഫിനാൻഷ്യലും എല്ലാ തരത്തിലും മാനസികപരമായും സാമ്പത്തികപരമായും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ട്. ഇപ്പം ഭയങ്കര എന്നല്ല, പക്ഷെ മാനസികപരമായിട്ട് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. സാമ്പത്തികപരമായിട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലും ഓക്കെയാണ്. പക്ഷെ ഇതിനു മുമ്പ് അത് ഭയങ്കര, അത് മാത്രം മാനസികപരമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം അങ്ങനെ ആർക്കും ചോദ്യവും പറച്ചിലൊന്നുമില്ല. ആ ഒരു അതേ ഫേസിലൂടെ കടന്നു വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്കമിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന. സോ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ടു ഹോൾഡ് ഓൺ ടു, ഒരു ഹോപ്പ് അങ്ങനെ. മോട്ടിവേഷൻ ഒന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. അവനവൻ പണിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സിജു സണ്ണി പറഞ്ഞോണ്ടൊന്നും ആരും ഒന്നും. ഇപ്പം എനിക്ക് സിനിമ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും, എൻ്റെ സൗദിയിലെ ജോലി ഞാൻ കളയുന്നു, എനിക്ക് വേറൊരു ജോബ് ഓഫർ വരുന്നു, അത് ഞാൻ കളയുന്നു. അങ്ങനെ പലതും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പോകുന്നത്. നമ്മൾ ചില ആൾക്കാരുണ്ട്, അതും പോകാൻ പറ്റില്ല, ഇതും പോകാൻ പറ്റില്ല, എന്നിട്ട് സിനിമ, അത് അവരുടെ ചോയ്സാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രണയത്തിൽ പോലും അത് പ്രകടമായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ജോലി ഇല്ലാഞ്ഞുകൊണ്ടായിരുന്നു അത് പെട്ടെന്ന് ഫോർവേഡായി. അത് അവർ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ പരിധിയുണ്ട്, അത് അങ്ങനെ. പക്ഷെ പലതും ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു കാര്യം ആഗ്രഹമുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ മോട്ടിവേഷനും കേട്ടിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും കളഞ്ഞും ചെയ്താലേ കിട്ടാൻ, അല്ലെങ്കിൽ ഇച്ചിരി പാടാ. അല്ലെങ്കിൽ എന്ത് ചെല്ലുമ്പോൾ ചെന്ന് കടയിൽ പോയി എടുത്തോണ്ട് വരാതെ കൊണ്ട് തന്നത് അങ്ങനെയല്ല. ഇത് ശകലം പണിയെടുത്ത് മെനക്കെട്ടുണ്ടാക്കിയെടുത്തത്. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമുക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ കുറേ പേര് സിനിമ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അതിനകത്ത് ഒരാൾ കയറുമ്പം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ എനിക്ക് വോയിസ് കിട്ടും. അപ്പോൾ എനിക്ക് അവർക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്തുള്ളൊരു കാര്യം. അതൊരു മോട്ടിവേഷൻ അല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് തുടങ്ങിയതാണ്. അപ്പം ആ ടീമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും, പക്ഷെ എങ്കിലും നമ്മൾ മാക്സിമം ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ചേട്ടൻ ശരിക്കും ബിഫോർ സിനിമ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്ത് ജോലിയായിരുന്നു?
ഞാനൊരു MNC-ൽ വർക്ക് ചെയ്തു. Okay. Oh, how was corporate life and how is it now? കോർപ്പറേറ്റ് ലൈഫിൽ വാച്ച് യൂസ് ചെയ്യണം, സിനിമയിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അല്ല, ഇത് എന്നോട് എൻ്റെ ആദ്യത്തെ പടത്തിന്റെ ഡയറക്ടർ ഷാനാസ്ക പറഞ്ഞ കാര്യം. അപ്പൊ ഞാനിങ്ങനെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷാനാസ്കയുടെ ഓട്ടോയിൽ ഇങ്ങനെ പോവാം ഇവിടെ എറണാകുളത്ത്. അപ്പൊ ഞാനിങ്ങനെ നോക്കും 9:55. അപ്പൊ ഞാൻ ചേട്ടാ 5 മിനിറ്റ് കൊണ്ട് എത്തുമോ എന്ന് ചോദിച്ചു. ഷാനാസ് ഇവന് 5 മിനിറ്റ് കൊണ്ടൊക്കെ എത്തുമെന്ന് ചോദിക്കുന്നത്. വാച്ച് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഇനി അത് വേണ്ട എന്നോട് ഇവിടെ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ എല്ലായിടത്തും അല്ല. പക്ഷെ ഓഫ്കോഴ്സ് കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ അതാണ്, ടൈമിൽ എല്ലാ കാര്യങ്ങളും നടക്കും. സിനിമ അങ്ങനെയല്ല, അത് കാരണം കുറെ പേര് എഫേർട്ടിൽ വരുന്ന ഒരു സംഭവമാണല്ലോ. സോ അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഡിഫറൻസ്. അല്ലാണ്ട് രണ്ട് സ്പേസ് അത്രേ ഉള്ളൂ. ആ സമയത്തും സിനിമ തന്നെയാണ് പാഷൻ. അതെ അതെ ചേട്ടൻ പറയാം. എനിക്ക് കോർപ്പറേറ്റ് ലൈഫ് ഇല്ലല്ലോ. പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു? പാസ്റ്റ് ലൈഫ് ഞാൻ സിനിമയിൽ തന്നെയാണ്. ഞാൻ അസിസ്റ്റന്റ് ആർട്ടിസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ചൈൽഡ് ആർട്ടിസ്റ്റ് ഞാൻ ബെൻ ജോൺസൺ ആൻഡ്രോണ്ടുള്ള പടങ്ങളെല്ലാം മണിച്ചന്റെ കുട്ടിക്കാലം ചെയ്തിട്ടുണ്ട്. നീ ആകെ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഞാൻ വാഴ എന്റെ 13ാമത്തെ സിനിമയാണ്. പരാക്രമം 14ാമത്തെ സിനിമ. അപ്പൊ ഈ പറയുന്ന ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു 19 വയസ്സോട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻഡിവിജ്വലി വർക്കുകൾ ചെയ്യുന്നുണ്ട്. 26 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ സന്തോഷം സൺഡേ കൂടെ കയറി 4 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു അഡ്വൈസ്, ഇങ്ങനെ ഇൻഡിവിജ്വൽ എനിക്ക് മേക്കിംഗ് ആയിരുന്നു താല്പര്യം. അപ്പൊ എനിക്ക് ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ഒന്നും ഓണാകുന്നില്ല സാർ, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്ന് ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായി. അപ്പോൾ സാറിൻ്റെ അടുത്തോട്ട് നീ എന്തുകൊണ്ടൊന്ന് അഭിനയിച്ച് നോക്കിക്കൂടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മേക്കിംഗ് ആണ് താല്പര്യം. ഇത് മേക്കിംഗ് ആണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് അഭിനയിക്കാൻ പറ്റൂലേ? അപ്പോൾ ഞാനും ചിന്തിച്ചു ശരിയാണല്ലോ, എന്ത് ഉത്തരവാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് നാൾ ഇപ്പോൾ മറ്റേത് നീ കൊടുത്തോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം, അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമെന്നുള്ളൂ. അങ്ങനെ കൊടുത്തപ്പോൾ ഇപ്പൊ ഇവിടെ വന്ന് പരാക്രമത്തിന് ഇന്റർവ്യൂ ഇനി ഡയറക്ഷനിലേക്ക് ഒരു തിരിച്ചു പോക്കണ്ടോ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചേട്ടന് പെർഫെക്റ്റ് ആയിരിക്കും. ഇമാജിനറി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു. ഇപ്പൊ സിനിമ അല്ലായിരുന്നെങ്കിൽ you were to become something else, like വേറൊരു പ്രൊഫഷൻ ആണെങ്കിൽ what would it തെണ്ടിപ്പോയത് എനിക്കറിഞ്ഞൂടാ. കാര്യം എനിക്ക് ഞാൻ ഈ സ്പേസിലാണ് ഏറ്റവും കംഫർട്ടബിൾ. അത് ഇവിടെ ഫ്രണ്ടിലാണെങ്കിലും ഓക്കെ, അതേപോലെ ബാക്കിലാണെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണം. അത് ഇതിന്റെ അകത്ത് എന്ത് വർക്കാണെങ്കിലും ചെയ്യാൻ ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഇതല്ലാതെ വേറൊരു കാര്യം വേറെ ഒന്നും പറ്റില്ല ചെയ്യാൻ, ഫിറ്റിനാവില്ല. ബോൺ ഫോർ സിനിമ അങ്ങനെയാണോ? അയ്യോ, ബോൺ ഫോർ സിനിമ അങ്ങനെ ഉപ്പു കൊണ്ടുപോയി ഇല്ല. സിനിമ ആഗ്രഹമുണ്ട്, ഇതിന് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഉത്തരവുള്ളൂ. അല്ല, ഞാൻ ഇവിടെ 2 എഞ്ചിനീയർമാരുണ്ട്. മൂന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാ. ഇനി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കയറാൻ പറ്റുന്ന മേഖല സിനിമ തന്നെ. അത്യാവശ്യം എല്ലാവരും എഞ്ചിനീയർമാരാ. എല്ലാ എഞ്ചിനീയേഴ്സും സിനിമയിലേക്ക് വരാ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊടുത്തു, സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങി. ഞാൻ പോവാണ്, എന്റെ ഇഷ്ടം. ഇന്ന് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പറഞ്ഞ സാധനം എന്താ ഇരിക്കുന്നു, ഞാൻ പോകുന്നു. പിന്നെ അമൽനീര സാറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പരാക്രമത്തിലൂടെ വന്നത്. ബട്ട് അധികം ആർക്കും അറിഞ്ഞൂടായിരുന്നു. എൻ്റെ ഉള്ളിൽ മാത്രമേ ഞാൻ സിനിമയിലോട്ട് കയറിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത ഫ്രണ്ട്സിന് പോലും അത്ര അവർ വിശ്വസിച്ചില്ല. അങ്ങനെ അവര് നമ്മുടെ IT ഫീൽഡ് പരിപാടി വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ 9 to 5 ജോബൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ. ശരിക്കും ഈ പരാക്രമം എന്നുള്ള മൂവിയിലെ ക്യാരക്ടറിൽ അട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? കഥയാണല്ലോ. ബാക്കി ഇപ്പൊ എന്താണെങ്കിലും നമ്മൾ ഈ കഥ പറഞ്ഞപ്പോ ഇത് ഓക്കെ, നമുക്ക് അതിനകത്ത് എന്തൊക്കെ പെർഫോം ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. പിന്നെ എല്ലാം പുതിയ ആൾക്കാർ, അങ്ങനല്ല, ഇപ്പം ഇതിനകത്തുണ്ടാകുന്ന സെറ്റിലുള്ള ആൾക്കാർ. അപ്പൊ അതും ഭയങ്കര അടുത്ത് വരുമ്പോഴത്തേക്കും എന്താണ് ഇതിലെ ക്യാരക്ടർ? എനിക്ക് ടീച്ചർ കണ്ടപ്പോ കുറച്ചൊരു ചേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പെർഫോമൻസ് പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണോ? അധികം സിനിമകൾ ചെയ്യാത്തത് കൊണ്ട് എല്ലാം പുതിയ സാധനങ്ങളാണ് എനിക്ക് വരുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് ആ ഒരു പരിപാടിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും കുറച്ച് സീരിയസ് സിനിമകളുടെ ഭാഗമായിട്ടാണ് ഇതുവരെ. ഇതാണ് ഇപ്പോഴത്തെ ഒരു വൈബിൽ ഒരു പടം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടെ അട്രാക്ട് ചെയ്തത്. ഈ ഒരു സബ്ജക്ട് ഓഫ് കോഴ്സ് രസം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് റീഡിംഗ് ഒക്കെ ഇരുന്ന ഭയങ്കര രസമായി. അപ്പൊ പിന്നെ അങ്ങോട്ട് സെറ്റായി. ശരിക്കും ചേട്ടന്റെ ഫേസ് നമുക്ക് എപ്പോഴും ഒരു സൂഫിയുടെ ഫേസ് ആയിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയി. നീ പടം കണ്ടിട്ടില്ല. ഇതിൽ വരുമ്പോഴും ആ ഒരു ഷെയ്ഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചറിൽ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ
ഒരു കുറച്ചുകൂടി ഫൺ. അങ്ങനെ ഒരു കുറച്ച് ആ ഒരു ഏജിന്റെ കുറെ മണ്ടത്തരങ്ങളുണ്ട് ഇയാൾക്ക്. മറ്റേ പടം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ വേറൊരു ഞാൻ പറഞ്ഞ സീരിയസ് ടോണിലല്ലേ പോണേ. ഇതങ്ങനെയല്ല. ഇത് സിജുവിന്റെ എന്റെ ഫ്രണ്ട് ആയിട്ടാന്ന് പറഞ്ഞല്ലോ. സിജു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാൽ ആ ക്യാരക്ടറിനത് ഓക്കെയാണ്. ഇതിന്റെ ഇടയിൽ വന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു പരിപാടി പോകുന്നതിന്റെ രസമുണ്ട് ഇതില്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സീരിയസ് പടം അല്ല അത്, എന്നാൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ചേട്ടന്റെ റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് ശരിക്കും സൂഫി അല്ലെങ്കിൽ ഇത് ഏതിനായിരിക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്? അത് ഇവർ രണ്ടുപേരും പറയുന്നത്. എന്നാലും ഒരു സെൽഫ് ഒരു ഇതില് ഇതെനിക്ക് കുറച്ചും കൂടി. ഈ സൂഫിയൊക്കെ ഭയങ്കര പണിയാ ചെയ്യാൻ എനിക്ക്, കാരണം മിണ്ടാതെ നിൽക്കണം. കാരണം ആ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ എന്നോട് പറയും ഷോർട്ട് റെഡി ആവുന്നതിന് അരമണിക്കൂർ മുമ്പ് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിണ്ടരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കാരണം ആ ക്യാരക്ടർ അധികം സംസാരിക്കില്ല, കുറച്ചൊരു ലോ മൂവ്മെന്റ്സ് ഒക്കെ. അപ്പൊ നമ്മൾ കുറെ നേരം നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മളൊരു പീസ് വരുമല്ലോ. അങ്ങനെയാണ് ഞാൻ ആ പടം ഫുള്ള് ചെയ്തിട്ടുള്ളത്. പക്ഷെ ശരിക്കും അങ്ങനെ നടക്കില്ല പരിപാടി. ശരിക്കും ഭയങ്കര ടോക്കറ്റീവ് ആണോ? ഭയങ്കര ഹൈപ്പർ അങ്ങനെയാണല്ലേ? അല്ല, നമ്മളിങ്ങനെ ഇരുത്തൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല ഭയങ്കര കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാന്നൊക്കെ നമുക്ക് തോന്നും. ഇത് അഭിനയാണോ? അങ്ങനെയല്ല. അല്ല, ഇവനൊക്കെ അത്യാവശ്യം കുറെ സ്ഥലത്ത് പുറത്തു പോയിട്ട് എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പം അമിതന്റെ ക്യാരക്ടർ ഇതിലെങ്ങനെയാണ്? ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞല്ലോ ഫ്രണ്ട് തന്നെയാണ്, ഒരു തേർഡ് വീലിംഗ് ടൈപ്പ് ക്യാരക്ടറാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ എന്താ പറയാ, ഒരു ഒറ്റ ബുദ്ധി ടൈപ്പ് ക്യാരക്ടർ. ഇങ്ങനെ വന്ന് അവൻ ചിലപ്പോൾ ഉപദേശിച്ചവൻ കേൾക്കുമായിരിക്കാം, അപ്പൊ എന്റെ അടുത്ത് കാര്യം പറയാം, പക്ഷെ ഞാൻ കേൾക്കില്ല. അങ്ങനെ ഒരു മൈൻഡ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തങ്ങ് പോകും, അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഒരു മൂഡ് ടൈപ്പ് ക്യാരക്ടർ ഭയങ്കര ഫണ്ടാണ്. ഈ വാഴയിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, നിങ്ങൾ ആ ഒരു സെറ്റില് നല്ലൊരു വൈബും പരിപാടിക്കായിരുന്നല്ലോ. കട്ടു പരാക്രമത്തിന്റെ സെറ്റിലേക്ക് വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി വാഴയ്ക്ക് മുമ്പ് നടന്ന പടം, അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത പടം. പരാക്രമം അതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ദേവനെ കുറിച്ച് പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരേ മൈൻഡ് ലെങ്കിൽ അങ്ങനെ അലമ്പി നടക്കുന്ന ഒരാളാണ് പോയി. വെറുതെ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇതൊന്നും കണ്ട ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതല്ല. സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻസിൽ നമുക്കത് മനസ്സിലായി. അപ്പൊ അത് ഭയങ്കര ഭയങ്കര. പിന്നെ നേരത്തെ സിജുവിനെ എനിക്ക് അറിയാം നേരത്തെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് ഷൂട്ട് ചെയ്തവർക്ക് പ്രശ്നം ഉണ്ടാകുന്നല്ല, നമ്മുടെ കൂട്ടത്തിൽ ഭയങ്കര ചില്ലാണ്. നമ്മൾ അടിച്ചു പൊളിച്ചെടുത്താണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. സച്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ കേട്ടു വില്ലനാണെന്ന്. വില്ലനാണോ? അതെ, വില്ലനാണ്. ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എല്ലാരും ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോ ഞാൻ ചേട്ടൻ കണ്ടപ്പോ ചേട്ടൻ വില്ലനോ? ഈ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ നമുക്കൊരു വില്ലൻ എന്ന് പറയാൻ പറ്റും? അതാണ് അവന്റെ കഴിവ്. അതിനെ കുറിച്ച് കൂടുതൽ പറയാം. ശരിക്കും അർജുനേട്ടൻ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കുറച്ച് ടാൻഡ് ആവണം, കുറച്ച് തടി വെക്കണം പടത്തിന് വേണ്ടി വരുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ മാറിയതാണ് ശരിക്കും. അല്ല, നേരത്തെ ഞാൻ ഇതേപോലെ ആയിരുന്നു, പടത്തിന് വേണ്ടി അങ്ങനെ വീണ്ടും പഴയ. എന്താ ആ വില്ലനിസം പുറത്തു കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്തത്? അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇല്ല. ഞാൻ കോളേജിൽ ഒന്നും ചെയ്യാത്ത കാര്യങ്ങളാണ് സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. കോളേജിൽ അടിപിടി ബഹളമൊക്കെ വരുമ്പോ ഞാൻ റിയൽ ലൈഫിൽ ഫസ്റ്റ് ഓടുന്നത് ഞാനാണ്. കോളേജിൽ അടി വന്നത്. അപ്പൊ അതൊക്കെ വന്നപ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സന്തോഷം. ഭയങ്കര പാവമാണ്, ഭയങ്കര പാവമാണ്. ക്യാരക്ടർ വേറെ മോഡലാണ് നിൽക്കുന്നത്. അല്ല, ആക്ച്വലി അർജുനേട്ടൻ ഡയറക്ടർ, അർജുനേട്ടനും ഞാനും അണ്ടർവേൾഡിൽ ഒരുമിച്ച് അസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ബന്ധം. അപ്പോൾ ബന്ധം വളർന്നു വന്നപ്പോൾ ക്യാരക്ടറിന്റെ വലിപ്പവും വളർന്നു വന്നു. അങ്ങനെ എനിക്ക് എന്നെ സജസ്റ്റ് ചെയ്തത്, അങ്ങനെയാണ് ഞാൻ ഇത് എത്തിയത്. അപ്പോൾ സന്തോഷം. ഇവരെ പോലത്തെ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരു ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റിയ. അല്ല, അമിതേട്ടൻ പിന്നെ തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഇവരെയൊക്കെ മറ്റേ വലിയ സ്റ്റാർസ് ആയിട്ടൊക്കെയാണ് ഇപ്പോഴും കാണുന്നത്. ദേബ്രോ ഒക്കെ വരുമ്പോ ഞാൻ അറിയാതെ തന്നെ കസേരയിൽ നിന്ന് എണീറ്റ് പോവും. പേപ്പറൊക്കെ വിചാരിക്കും മറ്റേ ഓവർ വിനയം കാണിക്കുന്നു എന്നൊക്കെയാണ്, പക്ഷെ ശരിക്കും ബഹുമാനം കൊണ്ട്. എന്നിട്ട് ഇവനൊക്കെ ആരോണിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ഞങ്ങൾ പെട്ടപാട് ഞങ്ങൾക്ക് അറിയില്ല. അവിടെ ഇരിക്കുകയായിരുന്നു, ഞങ്ങൾ അതിന് പുറത്ത് കണ്ട അവസ്ഥയാണ്. അപ്പൊ ഇനി ഞാനൊരു ചെറിയൊരു സെഗ്മെന്റ് പോലെ ചോദിക്കാൻ പോകണം. ദിസ് ഓർ ദാറ്റ്. ഓക്കെ, ഇതിൽ പിക്ക് ചെയ്യണം. ഇതോ ആക്ഷൻ ഓർ ഡ്രാമ? പോത്ത്. എനിക്ക് ആക്ഷനകത്തോടെ നമുക്ക് ഇമോഷൻ ചെയ്യാം. ബോത്ത് 100%. ഒരു സംശയമില്ല.
ഫസ്റ്റ് ആയിരിക്കും. ആരും ആൻസർ പറയാറില്ല, എല്ലാവരും രണ്ടുപേരും എന്നല്ലേ പറയുക. ബോത്ത് എന്ന് ഇവര് പറഞ്ഞ പോലെ എനിക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല. സീരിയസ്ലി ബോത്താണ്. അതെങ്ങനെ നമുക്ക് അല്ല അത് വേറെ അല്ല സത്യം കിട്ടും. അയ്യോ ജനുവില്ല നല്ലത് അവർ ഭയങ്കര അവരെങ്ങനെ നമ്മൾ വേർതിരിച്ച് പറയണത്. വിജയരാജൻ അതെന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞത് ഭയങ്കര വിജയ് ഫാൻ. വിജയ് രണ്ടുപേരും ഇഷ്ടം തന്നെ. പ്രത്യേകിച്ച് പറയാൻ അജിത്ത് പറയാം. അല്ല ഇവിടെ വിജയ് ഉണ്ടല്ലോ. The best advice I've received so far in my life. And like ഏറ്റവും best advice ഇതായിരിക്കും. സിജുവിന് ഉപദേശിക്കാൻ പാടാണ്. അതെ, അവരെല്ലാം വളരെ അല്ല ഇത് പറഞ്ഞ ഉത്തരം പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു പേരും പറഞ്ഞു സിജുവിനെ കുറിച്ച്. ഞാൻ ഉപദേശം കിട്ടണം. ഒന്നും എനിക്ക് താല്പര്യമുള്ള ഉപദേശങ്ങളല്ല. എനിക്ക് താല്പര്യമുള്ള ഉപദേശങ്ങളല്ല, അത് അവരുടെ താല്പര്യമാണ്. അവരുടെ താല്പര്യമുള്ള ഉപദേശങ്ങളാണ്. അതെനിക്ക് വർക്കാകല്ല. എൻ്റെ ഉപദേശം ഞാൻ തന്നെയാണ്. വേറെ എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും. ഞാൻ എല്ലാവർക്കും കൊടുക്കും. അതും അതങ്ങനെയാണ്. ഇപ്പൊ കറന്റ്ലി കൊടുക്കാൻ തോന്നുന്ന എന്തെങ്കിലും ഉപദേശം ഉണ്ടോ? നീ നിന്റെ കാര്യം നോക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ചേട്ടനൊരു കിട്ടിയ ഒരു ബെസ്റ്റ് അഡ്വൈസ് പറയും ഇതുവരെ? കിട്ടിയ അഡ്വൈസ് ഒന്നും വർക്ക് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കേൾക്കാറില്ല. അതാണ് നമ്മുടെ നാട്ടിൽ നല്ല ഉപദേശകർ, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല ഇപ്പൊ. ഇവരെന്തെങ്കിലും അഡ്വൈസ് തന്നിട്ടുണ്ടോ ആസ് സീനിയർ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ? ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ വലിയ അഡ്വൈസും കാര്യം എനിക്ക് ഒരു സീനിൽ ആക്ച്വലി സിജു ആയാലും ദേബ്രോ ആയാലും ഇവരങ്ങനെ അധികം എന്നെ പാമ്പർ ചെയ്തില്ല. ഇൻ ദ സെൻസ് എടാ നിനക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. എടാ സച്ചിനെ ടേക്ക് ഓക്കെ അല്ലെങ്കിൽ അടുത്ത ഒരു ടേക്കിൽ പിടിക്കാൻ നാടകമൊന്നും അല്ലല്ലോ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഉള്ളൊരു പരിപാടിയാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാഷ്വൽ ആയിട്ട് അവര് തന്നെ എന്നെ ഇതൊരു വലിയ സംഭവം അല്ല എന്നുള്ള രീതിയിൽ. നീ വലിയ സംഭവം അല്ലെന്നാണോ? അല്ല, ഞാൻ വലിയ സംഭവം അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളത് എന്നെ ഇത്തിരി കൂടെ എളുപ്പമാക്കിയത്. If you would watch like one movie for the rest of your life, ഏതായിരിക്കും? ഒറ്റ മൂവിയെ കാണാൻ പറ്റുള്ളൂ for the rest of your life. അത് ഏത് മൂവി ആയിരിക്കും? അല്ല ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്. നമ്മൾ പെട്ടു ഇതേ പറ്റുള്ളൂ അങ്ങനെ ഒരു പറഞ്ഞോ. ഞാൻ ഒന്നും കാണില്ല, വെറുതെ ഇരിക്കുക. ഞാൻ എന്റെ ബയോഗ്രഫി ഇരുന്നാണ്. അത് പടം ഇറങ്ങിയിട്ടില്ലല്ലോ. ഇറക്കാമല്ലോ. അല്ലെങ്കിൽ പറയണത് ഇതുവരെയുള്ള സിനിമകളെന്ന് പറയുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സീരിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, പോകുന്ന രീതികൾ, യു ഹാവ് എ റൂട്ടീൻ, എവറിത്തിങ് അറൗണ്ട് യു. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 years ബാക്ക് അല്ലെങ്കിൽ ഒരു യുവർ 15-year-old സെൽഫ്, ആ സെൽഫിനോട് ഇപ്പോ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? 20 years. നിങ്ങൾ എന്നെ ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അനുവദിക്കും. നീ നിനക്ക് തോന്നുക ചെയ്യുന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇപ്പം എന്താ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം കുറച്ചുകൂടെ ഫിലോസഫി ആയിട്ട് പറയാൻ നീ നിന്നെ വിശ്വസിക്കുക അല്ലേ? ബിലീവ് ഇൻ യുവർ സെൽഫ്. ആ സെൽഫ് അടിച്ചു വരിക, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളെല്ലാരും ഭയങ്കര പരാക്രമത്തിന്റെ വിഷയത്തിലേക്ക് വരാം. എന്നാലും എല്ലാരും കൂടി കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ടല്ലോ നിങ്ങളുടെ ടീമിന്റെ വാഴ 2 എന്നുള്ള രീതിയിൽ. അല്ല, വാഴ 2-നകത്ത് ഞങ്ങള് അല്ല, മേജർ അവരുടെ പടമാണ് അത്. നമ്മളൊരു ചെറിയ പരിപാടിയായിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് വാഴ 2-ന്റെ പരിപാടികൾ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ സ്ക്രിപ്റ്റിൽ, നാളത്തെ സ്ക്രിപ്റ്റിൽ ഇനി എന്താ മാറാം. ഇപ്പോഴുള്ള ഇത് അങ്ങനെയാണ്. അല്ല, അങ്ങനെയും അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ഇപ്പൊ പരാക്രമത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇപ്പൊ ടോപ്പിലേക്ക് എന്താണ് ഓഡിയൻസിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു എക്സ്പെക്ടേഷൻ, ഒരു USP എന്ന് പറയാൻ എന്തായിരിക്കും പരാക്രമത്തിന്? അങ്ങനൊന്നുമില്ല. അത് ഇപ്പൊ പ്രതീക്ഷിക്കുക എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായതല്ലേ. ഒരു ഓവറായിട്ടോ മിതമായിട്ടോ ഒന്നും എങ്ങനെയും ഒക്കെ പ്രതീക്ഷിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി. അതെ, തിയേറ്ററിൽ വരിക, കാണുക, തിയേറ്ററിൽ വരിക, പടം കാണുക, അവരുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഇതൊരു ഫാമിലിയാണ്, എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഫുൾ കോമഡി ഒന്നുമല്ല, അടിപ്പടവൊന്നുമല്ല. ഇത് ഫാമിലി, ഡ്രാമ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ്. അതാണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. വില്ലൻ വരെ പാവാന്ന് പറയുന്നത്. വില്ലൻ ശരിക്കുള്ള ജീവിതത്തിലാണ് പാവെന്ന് പറഞ്ഞത്. മൂവി ഒരു വലിയ സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങിന്റെ ആ ഒരു സംഭവം നമുക്ക് ഇനി കുറെ കാണാൻ പറ്റട്ടെ. ഞാൻ വിഷയം ആത്മാർത്ഥമായിട്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.
താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.